എവരിവൺ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അനിമൽ ടിഷ്യൂസ് ആണ്. ഓക്കെ, നമ്മുടെ അനിമൽ ടിഷ്യൂസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനിമൽ ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും നമുക്ക് പറഞ്ഞു പോവാം. എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, നെർവസ് ടിഷ്യൂ ഉണ്ട് അല്ലേ. ഇവിടെ കാണുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, നെർവസ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ. ഈ 4 ഇമ്പോർട്ടൻറ്റ് ടിഷ്യൂസ് ആണ് എവിടെയുള്ളത്? നമ്മുടെ അനിമൽ ടിഷ്യൂലുള്ളത്. നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെ. എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്താ നോക്കിയാൽ, ആദ്യത്തെ ഡിവിഷൻ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ ബോഡി അല്ലെ. ബോഡിയുടെ എക്സ്റ്റേണൽ സർഫസ് കവർ ചെയ്യുന്ന ആളാണ് ആര്? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സർഫസ് മാത്രമാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു അനിമലിന്റെ ബോഡിയിലെ എക്സ്റ്റേണൽ സർഫസ് കവർ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാ നോക്കിയേ, ഈ എക്സ്റ്റേണൽ സർഫസ് മാത്രമാണോ കവർ ചെയ്യണേ പുള്ളി? അല്ല അല്ലെ. ഇന്റേണൽ ഫ്രീ സർഫസ് ഓഫ് മെനി ഓർഗൻസ് അല്ലെ. നമ്മുടെ കുറെ ഓർഗൻസിന്റെ ഇന്റേണൽ ഫ്രീ സർഫസും ആര് കവർ ചെയ്യുന്നുണ്ടടാ? നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, ഇറ്റ് കവേഴ്സ് ദ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ ബോഡി ആൻഡ് ഇന്റേണൽ ഫ്രീ സർഫസ് ഓഫ് മെനി ഓർഗൻസ്. ഓക്കെ, ഇനി നോക്കിയേ, ഇറ്റ് ഈസ് അറേഞ്ച് വെരി ക്ലോസ് ടു ഈച്ച് അതർ അല്ലെ. എന്താണ്? എല്ലാം വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെല്ലുകളൊക്കെ വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നോ ബോഡി വെസൽ സപ്ലൈയിങ് നറിഷ്മെന്റ് അല്ലെ. എന്തില്ല? ബോഡി വെസൽസ് ഇല്ല അല്ലെ. നോ ബോഡി വെസൽ സപ്ലൈ നറിഷ്മെന്റ്. ഓക്കെ, ഇനി നോക്കിയാൽ റിസീവ്സ് നറിഷ്മെന്റ് ഫ്രം അണ്ടർലൈയിങ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെ. അവർക്ക് എവിടെ നിന്നാണ് നറിഷ്മെന്റ് കിട്ടുന്നത്? താഴെയുള്ള അണ്ടർലൈയിങ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസിൽ നിന്നാണ് അവർക്ക് നറിഷ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. ഇനി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ? കവറിങ് ആൻഡ് ലൈനിങ് ഓഫ് ഫ്രീ സർഫസ് അല്ലെ. കവറിങ് ആൻഡ് ലൈനിങ് ഓഫ് ഫ്രീ സർഫസ് ആണ് എന്താ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കിന്നിൽ കാണും അല്ലെ. നമ്മുടെ ഇൻഡസ്റ്റൈൻ, നമ്മുടെ ഗ്ലാൻഡുകളുടെ ഒക്കെ ഇന്നർ ലെയറിൽ ലൈൻ ചെയ്തിട്ട് ആരെ കാണാൻ പറ്റും? എപ്പിത്തീലിയൽ ടിഷ്യൂനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി. ഇറ്റ് കവേഴ്സ് ദ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ ബോഡി. ഓക്കെ, ഇന്റേണൽ ഫ്രീ സർഫസ് ഓഫ് മെനി ഓർഗൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് അറേഞ്ച് ക്ലോസ്ലി അല്ലെ, ക്ലോസ് ടു ഈച്ച് അതർ. ഓക്കെ, ഫംഗ്ഷൻ കവറിങ് ആൻഡ് ലൈനിങ് ഓഫ് ഫ്രീ സർഫസസ് അല്ലെ. എക്സാമ്പിൾ സ്കിൻ, ഇൻഡസ്റ്റൈൻ, ഗ്ലാൻഡ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എപ്പിത്തീലിയൽ ടിഷ്യൂ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് കണക്റ്റീവ് ടിഷ്യൂ അല്ലെ. കണക്റ്റീവ് ടിഷ്യൂ നമുക്കറിയാം, ഇറ്റ് കണക്ട്സ് ഓർ ബൈൻഡ് ഡിഫറെന്റ് ടിഷ്യൂസ് ഓർ ഓർഗൻ അല്ലെ. എന്താ ചെയ്യുന്നത്? ഇറ്റ് കണക്ട്സ് ഓർ ബൈൻഡ് ഡിഫറെന്റ് ടിഷ്യൂസ് ഓർ ഓർഗൻസ് അല്ലെ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇറ്റ് പ്രൊവൈഡ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് അല്ലെ. സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ ബോഡി അല്ലെ. ഇതൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കണക്റ്റീവ് ടിഷ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണക്റ്റീവ് ടിഷ്യൂന്റെ എക്സാമ്പിൾ ആയിട്ട് അഡിപ്പോസ് ടിഷ്യൂ പറയാം അല്ലെ. അഡിപ്പോസ് ടിഷ്യൂ എവിടെയാണ് കാണുന്നത്? ഫൗണ്ട് ബിനീത് ദ സ്കിൻ അല്ലെ. സ്കിന്നിന് ബിനീത്ത് ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഇത് അഡിപ്പോസ് ടിഷ്യൂ അല്ലെ. സ്കിന്നിന് ഇവിടെ കാണുന്ന നോക്കിയടാ, ഇതല്ലേ നമ്മുടെ സ്കിന്നിന് ഇവിടെ കാണുന്നതാണ് ആര്? അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫാറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അഡിപ്പോസ് ടിഷ്യൂ അല്ലെ. പിന്നെ നോക്കിയേ, കാർട്ടിലേജ് അല്ലെ. കാർട്ടിലേജ് നോക്കിയേ, എവിടെ കാർട്ടിലേജ് ഉള്ളേ? അതെ, ബോണിന്റെ ഇവിടെ അല്ലെ. ബോണിന്റെ ഇവിടെ കാർട്ടിലേജ് ഉണ്ട്. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ബോൺ നമുക്ക് കാർട്ടിലേജ് ഉണ്ട്. പിന്നെ ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലെ കാർട്ടിലേജ് ഉണ്ട്. പിന്നെ ആരോള്ള നോക്കിയ ബോണുകൾ അല്ലെ. ബോൺ ഓഫ് കോഴ്സ് നമുക്കറിയാം. ഓക്കെ, ബോൺ ഉണ്ട്. പിന്നെ ബ്ലഡ് അല്ലെ. ബ്ലഡിന്റെ പ്രത്യേകത എന്താ? ഓൺലി ടിഷ്യൂ ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് അല്ലെ. ഒരേ ഒരു കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് ലിക്വിഡ് ഫോമിലുള്ളൂ. അത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബ്ലഡ് ആണ്. ഓക്കെ, നമുക്ക് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ ടെൻഡൻസ് ഉണ്ട് അല്ലെ. ടെൻഡൻസ് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് ടെൻഡൻസ് അല്ലെ. ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ടെൻഡൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസ് ആയിട്ട് പറയാം. ഓക്കെ, സോ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് പറയാൻ നോക്കിയേ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് അല്ലെ. ഇറ്റ് കണക്ട്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടിഷ്യൂസിനെ അല്ലെങ്കിൽ ഓർഗൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അഡിപ്പോസ് ടിഷ്യൂ എക്സാമ്പിൾ ആണ്, കാർട്ടിലേജ് എക്സാമ്പിൾ ആണ്, ബോൺ എക്സാമ്പിൾ ആണ് അല്ലെ, ബ്ലഡ് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഏതിന്റെ? കണക്റ്റീവ് ടിഷ്യൂവിന്റെ. ഇനി അടുത്ത നോക്കിയേ, മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ കോൺട്രാക്ടൈൽ ടിഷ്യൂ അല്ലെ. മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ നമുക്ക് കോൺട്രാക്ടൈൽ ടിഷ്യൂ എന്ന് പറയാം. ഇവിടെ എന്താ പ്രത്യേകത? ഓൾ ദ മസിൽസ് ഓഫ് ദ ബോഡി ആർ മെയ്ഡ് അപ്പ് ഓഫ് ദിസ് ടിഷ്യൂ അല്ലെ. ഈ ടിഷ്യൂ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ മസിൽസും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ,
ഓൺലി ഓർഗൻ വിത്തൗട്ട് മസിൽ ആണ് ഏത്? ലങ്സ് എന്ന് പറയുന്നത് അല്ലെ. ഓൺലി ഓർഗൻ വിത്തൗട്ട് ലങ്സ് ആണ്, സോറി വിത്തൗട്ട് മസിൽ ആണ് ഏത്? ലങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ ഉള്ളത്? നമുക്ക് 3 ഇമ്പോർട്ടന്റ് ടൈപ്പ് ആയിട്ടുള്ള മസ്കുലർ ടിഷ്യൂസ് ഉണ്ട്. ഏതൊക്കെയാ? അൺസ്ട്രിപ്ഡ് ഓർ സ്മൂത്ത് ഓർ അൺസ്ട്രൈറ്റഡ് മസിൽസ് ഉണ്ട് അല്ലെ. അൺസ്ട്രിപ്ഡ് ഓർ സ്മൂത്ത് ഓർ അൺസ്ട്രൈറ്റഡ് മസിൽസ് ഉണ്ട്. എവിടെയാ ഇത് കാണുന്നത് നോക്കിയേ? ഫൗണ്ട് ഇൻ ദ പാർട്സ് ഓഫ് ദ ബോഡി ദാറ്റ് മൂവ് വോളണ്ടറിലി, സോറി ഇൻവോളണ്ടറിലി അല്ലെ. ഇൻവോളണ്ടറി ആയിട്ട് നമുക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അല്ലെ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയാണ് നമ്മൾ ആരെ കാണുന്നത്? അൺസ്ട്രിപ്ഡ് അല്ലെങ്കിൽ സ്മൂത്ത് അല്ലെങ്കിൽ അൺസ്ട്രൈറ്റഡ് മസിൽസിനെ നമ്മൾ കാണുന്നത്. എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ പറയാന്നുള്ള? അലിമെന്ററി കനാൽ, റെക്ടം, യുറേറ്റർ, ബ്ലഡ് വെസൽസ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രൈപ്ഡ് അല്ലെങ്കിൽ സ്കെൽറ്റൽ അല്ലെങ്കിൽ സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് പറയുന്നത് എവിടെയാ കാണുക? ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദ പാർട്സ് ഓഫ് ദ ബോഡി ദാറ്റ് ക്യാൻ മൂവ് വോളണ്ടറിലി അല്ലെ. നമുക്ക് വോളണ്ടറിലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്, അല്ലെങ്കിൽ അവിടെ കാണുന്നതാണ് ഇത് സ്ട്രിപ്ഡ് അല്ലെങ്കിൽ സ്കെൽറ്റൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽസ്. എക്സാമ്പിൾ എന്താണ് പറയുന്നത് നോക്കിയേ? നമ്മുടെ ലിംസ് അല്ലെ, കാലും കൈയൊക്കെ, ടങ്ക്, ഫാരിൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാം അല്ലെ. കിട്ടിയോ? അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? നമുക്ക് സ്ട്രിപ്ഡ് അല്ലെങ്കിൽ സ്കെൽറ്റലിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇത് രണ്ടും പഠിച്ചാൽ മതി, ടങ്കും ലിംസും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ടങ്ക് അതുപോലെ തന്നെ ലിംസ് ഒക്കെയാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി കാർഡിയാക്ക് അല്ലെ. കാർഡിയാക്ക് മസിൽസ് എവിടെ മാത്രമേ കാണുള്ളൂ? ഇറ്റ് ഇസ് ഫൗണ്ട് ഓൺലി ഓൺ ദ വാൾസ് ഓഫ് ഹാർട്ട് അല്ലെ. ഹാർട്ടിന്റെ വാൾസിൽ മാത്രം കാണുന്നതാണ് ഇത് കാർഡിയാക്ക്. അപ്പൊ നമ്മളിപ്പോൾ മസ്കുലാർ ടിഷ്യൂസ് ആണ് പഠിച്ചത്. മസ്കുലാറിന്റെ വേറെ പേരാണ് കോൺട്രാക്ടൈൽ ടിഷ്യൂ അല്ലെ. എവിടെയൊക്കെയാണ് കാണുന്നത്? നമുക്ക് 3 ടൈപ്പാണ് അതുള്ളത് അല്ലെ. നമുക്ക് സ്മൂത്ത് ഉണ്ട്, സ്കെൽറ്റൽ ഉണ്ട്, കാർഡിയാക്ക് ഉണ്ട് അല്ലെ. സ്കെൽറ്റൽ എവിടെയാണ് കാണുന്നത്? നമ്മൾ നോക്കിയേ, സ്കെൽറ്റൽ നമുക്ക് കാണുന്നത് നമ്മുടെ വോളണ്ടറി മൂവ്മെന്റ്സിന്റെ സ്ഥലത്താണ് നമുക്ക് സ്കെൽറ്റൽ കാണുന്നത്. കാർഡിയാക്ക് ആണെങ്കിൽ ഹാർട്ടിലാണ് കാണുന്നത് അല്ലെ. സ്മൂത്ത് മസിൽസ് ആണെങ്കിലോ ഇൻവോളണ്ടറി ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കാണുന്നത്. അപ്പൊ സ്കെൽറ്റലിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ലിംസ് അല്ലെ, നമ്മുടെ ടങ്ക് ഒക്കെ പറയാം അല്ലെ. കാർഡിയാക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് ഹാർട്ടിന്റെ വോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഇനി സ്മൂത്തിന്റെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഇൻഡസ്റ്റൈൻ പോലുള്ള സ്ഥലങ്ങൾ നമുക്ക് പറയാം അല്ലെ. അലിമെന്ററി കനാലൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത നോക്കിയേ, കുറച്ച് ഫാക്ട്സ് പഠിക്കുവാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര മസിൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ 639 നമ്മൾ യൂഷ്വലി കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? 600+ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 600+ മസിൽസ് എന്ന് പഠിച്ചു വെക്കാം. ഇനി ലാർജസ്റ്റ് ആണ് നമ്മുടെ ഗ്ലൂട്ടസ് മാക്സിമസ്. ഗ്ലൂട്ടസ് മാക്സിമസ് ആണ് നമ്മുടെ ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. അതെ, ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഗ്ലൂട്ടസ് മാക്സിമസ് കേട്ടോ. നമ്മുടെ ബാക്ക്വേർഡ് പോർഷനിൽ കാണുന്നതാണ് ഗ്ലൂട്ടസ് മാക്സിമസ്. ഇനി സ്മോളസ്റ്റ് ആണ് സ്റ്റെപ്പിഡസ് അല്ലെ. സ്റ്റെപ്പിഡസ് ആണ് സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ ചെവിയിൽ കാണുന്നത് അല്ലെ. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയാൽ നമ്മൾ സ്ട്രോങ്ങസ്റ്റ് അല്ലെ, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസിൽ കാണുന്നത് ജോയിലാണ്. പിന്നെ അടുത്ത നോക്കിയേ, നോക്കിയേ മെസ്റ്റർ മസിൽസ് അല്ലെ, ലൊക്കേറ്റഡ് ഇൻ ജോ. അതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വരുന്നത്. ഏറ്റവും വർക്കിംഗ് ആയിട്ടുള്ളത് ഐലിഡ് ആണ് അല്ലെ. ഐലിഡ് ആണ്. സ്റ്റഡി ഓഫ് മസിൽസ് നമ്മൾ മയോളജി എന്നാ പറയാ, പഠിച്ചു വെക്കണം കേട്ടോ. സ്റ്റഡി ഓഫ് മസിൽസ് എന്ന് പറയുന്നത് മയോളജി ആണ്. ഇനി സ്പെഷ്യൽ പ്രോട്ടീൻ ഇൻ മസിൽസ് വിച്ച് ഹെൽപ്പ് ഇൻ ദ മസിൽ മൂവ്മെന്റ്സ് ആണ് ഇത് കോൺട്രാക്ടൈൽ പ്രോട്ടീൻ. ശ്രദ്ധിക്കണേ. സ്പെഷ്യൽ പ്രോട്ടീൻ ഇൻ മസിൽസ് വിച്ച് ഹെൽപ്സ് ഇൻ മസിൽ മൂവ്മെന്റ്സ് ആണ് ഇത് കോൺട്രാക്ടൈൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി മസിൽസ് ഫൗണ്ട് ഇൻ സ്കിൻ വിച്ച് make hair or the skin stand up straight when we are cold or frightened അല്ലെ. നമുക്ക് രോമാഞ്ചം വരില്ലേ അല്ലെ. രോമാഞ്ചം വരുന്നത് എന്ത് കാരണമാണെന്ന് ചോദിക്കുകയാണ്. നോക്കിയേ, അതിന് കാരണമായ മസിൽസ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് അറക്ടർ പില്ലിയാണ്. അറക്ടർ പില്ലിയാണ് എന്തായിട്ട് വരുന്നത്? the muscles found in the skin which make our hair or our skin stand up straight അല്ലെ. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കുക അല്ലെ, നമുക്ക് രോമാഞ്ചം വരുന്ന സമയത്ത്. അതേതാണ്? അറക്ടർ പില്ലി കാരണമാണ് പറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും സാധനം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ടോട്ടൽ എത്ര മസിൽ ഉണ്ട്? 600+ മസിൽസ് ഉണ്ട്. ലാർജസ്റ്റ് മസിൽ ആണ് ഇത് ഗ്ലൂട്ടസ് മാക്സിമസ്. സ്മോളസ്റ്റ് ആണ് സ്റ്റെഫിഡസ് അല്ലെ. സ്ട്രോങ്ങസ്റ്റ് ആണ് ജോയിലുള്ള മാസ്റ്റർ മസിൽസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ വർക്കിംഗ് അല്ലെ, മോസ്റ്റ് വർക്കിംഗ് ആണ് ഏതായിട്ട് വരുന്നത്? ഐലിഡ് ആയിട്ട് വരുന്നത്. മസിൽസിന്റെ സ്റ്റഡിയാണ് മയോളജി എന്ന് പറയുന്നത് അല്ലെ. സ്പെഷ്യൽ പ്രോട്ടീൻ ഇൻ മസിൽസ് ദാറ്റ് ഹെൽപ്സ് ഇൻ മസിൽ മൂവ്മെന്റ്സ് ആണ് ഏത്? കോൺട്രാക്ടൈൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമുക്ക് രോമാഞ്ചം വരുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് അല്ലെങ്കിൽ അവിടെ കാണുന്നതാണ് ഇത് അറക്ടർ പില്ലി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ.
ഇനി അടുത്ത നോക്കിയേ, നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ സെൻസറി ടിഷ്യൂ എന്ന് പറയാം. നെർവസ് സിസ്റ്റം ഇസ് മേഡ് അപ്പ് ഓഫ് ദിസ് ടിഷ്യൂ അല്ലെ, നമുക്കറിയാം നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ടിഷ്യൂ വെച്ചിട്ടാണ്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് നെർവ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 532 km/h ആണ് വരുന്നത്. ഇനി ഇറ്റ് കൺട്രോൾസ് ഓർ വോളണ്ടറി അല്ലെ, ഇറ്റ് കൺട്രോൾസ് ഓർ വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്. നമുക്കറിയാം അല്ലെ, എല്ലാ വോളണ്ടറി ഇൻവോളണ്ടറി ആക്ടിവിറ്റീസും ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? നെർവസ് ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ സെൻസറി ടിഷ്യൂ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് 2 cells അല്ലെ, 2 cells വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാ? നെർവ് സെൽ ഓർ ന്യൂറോൺ, അതുപോലെ തന്നെ ന്യൂറോഗ്ലിയോ. ഓക്കെ, ന്യൂറോഗ്ലിയോയും അതുപോലെ തന്നെ നെർവ് സെൽസും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ടിഷ്യൂസ് വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ഇൻ അവർ ബോഡി. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്. ഇനി ഈ നെർവസ് ടിഷ്യൂവിനെ കുറിച്ച് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നെർവസ് ടിഷ്യൂസിനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഇനി ഹ്യൂമൻസ് അല്ലെ, ഹ്യൂമൻസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്കറിയാം ഹ്യൂമൻസിന്റെ സെല്ലുകൾ ഏതൊക്കെയാണ്, അനിമൽ സെല്ലുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലെ. സെല്ലുകൾ കൂടി ചേർന്ന ടിഷ്യൂസ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ടിഷ്യൂസ് ഉണ്ട് ഹ്യൂമൻസിന് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ, അനിമൽ ടിഷ്യൂല് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ഹ്യൂമൻസിന്റെ ഓരോ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഹ്യൂമൻസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം സെല്ലുകളെ കുറിച്ച് പഠിക്കണം. സെല്ല് നമ്മൾ പഠിച്ചു അല്ലെ, അനിമൽ സെല്ല് പഠിച്ചു. ഈ സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ എന്ത് പഠിക്കണം? ടിഷ്യൂസ് കൂടി ചേർന്ന് ഓർഗൻ ഉണ്ടാവുന്നതും ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നതും അതുവഴി ഓർഗാനിസം ഉണ്ടാവുന്നതും നമ്മൾ പഠിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാ പഠിക്കാനുള്ള? ഓർഗൻ പഠിക്കണം, ഓർഗൻ സിസ്റ്റം പഠിക്കണം, ഓർഗാനിസം പഠിക്കണം. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓർഗൻ സിസ്റ്റംസ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഓർഗൻ സിസ്റ്റത്തിൽ ഏതൊക്കെയാ ഉള്ളത്? റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട് അല്ലെ, നമ്മുടെ റെസ്പിറേഷനുമായിട്ട് ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഏതാണ്? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുണ്ട്. ലങ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കും. ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് അല്ലേ, നമ്മുടെ സ്റ്റമക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കും അല്ലേ. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, നമ്മുടെ ഹാർട്ടിന്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മളിവിടെയാണ് പഠിക്കുന്നത് അല്ലേ. ലിംഫ് സർക്കുലേറ്ററി സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലേ, നമ്മൾ വേസ്റ്റ് പുറന്തള്ളുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. നെർവസ് ടിഷ്യൂ അല്ലേ, നെർവസ് ടിഷ്യൂമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നെർവസ് സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. അതുവഴി നമുക്ക് നെർവസ് ടിഷ്യൂസിനെ കുറിച്ചൊക്കെ പഠിക്കണം അല്ലേ. പിന്നെ സ്കെൽറ്റൽ സിസ്റ്റം അല്ലേ, നമ്മുടെ ബോൺസും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ടിഷ്യൂസ് ഒക്കെ നല്ല ക്ലാരിറ്റി ആക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൽ ഓരോ സിസ്റ്റംസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു, ബൈ.